Thank you, Jesus. കർത്താവിന്റെ ധന്യനാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the blessed name of God be glorified this morning. വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സഭായോഗം വീക്ഷിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ബഹുമാനവും ഒരു പ്രാവശ്യം കൂടെ ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ ഹെബ്രോൻ ഒക്ലഹോമയുടെ നാമത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. I bring greetings to each and everyone who is sitting in the audience and even watching online in the sweet name of our Lord Jesus Christ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് നടത്തുന്ന അവിടുത്തെ എല്ലാ സ്നേഹത്തിനായി സ്തോത്രം. I thank for the love of God that He's leading us every day. നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒരു പ്രാവശ്യം കൂടെ യേശുവിനോട് അടുത്ത് ചെല്ലുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. And God is enabling us to be close to Him in the time of our afflictions. അല്പം നിമിഷം മുമ്പ് നാം ശ്രവിച്ചതുപോലെ, as you heard a few minutes ago, നാം ഭീരത്വത്തിനും ഭയത്തിനും അടിമകളല്ല, നാം സ്വതന്ത്രരാണ്. ശക്തിയുടെ സുബോധത്തിന്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. And we are not under bondage to fear, but we have received the sound mind and the sound spirit. അങ്ങനെ ധൈര്യത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്, and because we have the spirit of boldness in our hearts, നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം. and because of that we can go into the throne of grace at any time with boldness. അവിടെ ചെല്ലാമെന്ന് മാത്രമല്ല, not only that we can enter there, സർവത്തിനും ഉടയവനായ സർവശക്തനായ ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം തന്നു. not only that, He has given us the sonship so that we can call Him Abba Father. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, ധന്യം എന്ന് പറയുന്നത്. and that is the greatest blessedness that we have. ഇന്ന് പകൽക്കാലം നാം ദൈവവചനത്തിന്റെ ചിന്തയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. and we are again getting into the word of God. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ചെറിയൊരു ചിന്ത, a small thought here. ആഴത്തിൽ എന്താണെന്ന് നാം അറിയണം. and we need to know what is in the deep. എന്താണ് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ മറഞ്ഞിരിക്കുന്ന ഒത്തിരി നന്മകൾ ഉണ്ടായിരിക്കാം ആഴത്തിൽ. In the deep there might be many things that we do not know, the many blessings. അപ്പോൾ തന്നെ നാം അറിയാത്ത കണികളും കുടുക്കുകളും അതിന്റെ ആഴത്തിൽ ഉണ്ടായിരിക്കാം. at the same time there might be traps also in the deep. അതുകൊണ്ടല്ലേ shallow Christian life is always dangerous. ആഴത്തിൽ അറിയാത്ത വളരാത്ത ആത്മീയ ജീവിതം അപകടകരമാണ്. and therefore a shallow Christian life is a very dangerous life. പുറമേ കാണുന്നതിനെ നോക്കിയാണ് നാം എല്ലാറ്റിനെയും വിധി എഴുതുന്നത്. അത് മനുഷ്യ സഹജമാണ്. and it is a normal human nature that we look at externally everything and discern. ചിരിക്കുന്നവരെ നോക്കി നാം പറയും എന്ത് സന്തുഷ്ടമായ ജീവിതമാണ്, ഒന്നിനും ഒരു കുറവില്ല. and we're looking at a person who is happy and smiling, we say that he's satisfied, he had lack of nothing. അപ്പോൾ തന്നെ ആരുടെയെങ്കിലും കണ്ണു നിറഞ്ഞാൽ മുഖം വാടിയിരുന്നാൽ അയ്യോ കഷ്ടം, ഈ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയും. but we see people who are trouble faced and they say that, oh, our life is so bad. എന്നാൽ പ്രിയരെ, നാം സത്യത്തിന്റെ മുഖം നേരെ വിപരീതമായിരിക്കാം. but we know that the face of the truth is totally opposite. ആകയാൽ പുറമേ കാണുന്നതിനെ നോക്കി പെട്ടെന്ന് വിധി എഴുതരുത്. therefore do not make conclusions by things that you see externally. സാഹചര്യങ്ങളെയും ആൾക്കാരെയും ചുറ്റുപാടുകളെയും നോക്കി കാര്യങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്തുവാൻ നാം ധൃതി കൂട്ടരുത്. and do not be in a speed to come to reach to a conclusion but looking at things on the outside. കാരണം പിന്നെ പുറമേ കാണുന്ന പല സന്തോഷങ്ങളുടെയും പിന്നിൽ ദുഃഖത്തിന്റെയും നെടുവീർപ്പിന്റെയും വേദനകളുടെയും ചരിത്രം കണ്ടേക്കാം. and there might be many agonies, many sufferings behind a face that is saddened. അപ്പോൾ തന്നെ അല്ലെങ്കിൽ പുറമേ ദുഃഖമെന്ന് കാണുന്ന പലതിന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും വെളിപ്പെടുവാനുണ്ടായിരിക്കാം. but at the same time there might be other blessings and goodness that needs to be revealed behind some other things. അല്ലെങ്കിൽ നാം എല്ലാം ശരിയാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന പിശാചിന്റെ കണികളും പ്രവൃത്തികളും ഉണ്ടായേക്കാം. at the same time there might be traps and machinations of Satan behind certain things. അതുകൊണ്ട് നാം ആഴത്തിൽ എന്താണെന്ന് തിരിച്ചറിയുവാൻ ആത്മാവിന്റെ നിറഞ്ഞ കണ്ണുള്ളവരായിരിക്കണം. and therefore we need to have the eyes of spirit of God to see what is in the deep. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ, and when the eyes of our understanding is enlightened, പുറമേയുള്ളതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന നന്മകളും അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ തിന്മകളും തിരിച്ചറിയത്തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. and God will give us the discernment to reveal things that are in the deep. ഇന്ന് പകൽക്കാലം വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ചില ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. and let us go through some of the thoughts from the word of God. ആവർത്തിക്കുന്നു, ആഴത്തിൽ എന്താണെന്ന് നാം അറിയണം. and let me repeat, let us know what is in the deep. എല്ലാം പരിചയമുള്ള വേദഭാഗങ്ങളായതുകൊണ്ട് ഈ ചിന്തകൾ നിങ്ങൾക്ക് എന്റെ പിന്നാലെ എത്തുവാൻ എളുപ്പമായിരിക്കാം. and it is very familiar portion so you can follow us very easily. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. Luke chapter 5 verse 4 through 6. A school of fish is there at deep. നാം അറിയാത്ത വലിയ പെരുത്ത മീൻകൂട്ടങ്ങൾ ആഴത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്. we can see a school of fish in the deep.
ഇവിടുത്തെ സംഭവം ഇതാണ്. ഹല്ലേലൂയ. യേശു ഗെന്നസരേത്ത് തടാകക്കരയിലേക്ക് വരുന്നു. And we can see Jesus is coming to the shore of Gennesaret. വലിയൊരു പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവിടെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. And there is a big crowd of people waiting to hear from Jesus. യേശുവിന്റെ വചനം കേൾക്കാനുള്ള തിരക്കാണ് അവിടെ കാണുന്നത്. And we can see there is people are waiting there to hear the word of God. അതിന്റെ നടുവിൽ കുനിഞ്ഞ ശിരസുമായി തകർന്ന മനസ്സുമായി കടൽക്കരയിൽ ഒരു മനുഷ്യനിരിക്കുന്നു. And in the midst of all that, there is a man with a broken heart on the shores of Galilee. ഒഴിഞ്ഞ പടകും ഒഴിഞ്ഞ വലയുമാണ് അവന്റെ സമ്പാദ്യം. And he has his broken boat as well as a broken net. തന്റെ പേര് ശീമോൻ പത്രോസ്. And his name is Simon Peter. പരിചയമുള്ള ഗലീല കടലിൽ കഴിഞ്ഞ രാത്രി ആവോളം അധ്വാനിച്ച് കൈ കുഴഞ്ഞു പോയൊരു മനുഷ്യൻ. And he's a man who is very experienced in the river of Galilee, but now he's fainting. അറിയാവുന്ന തൊഴിൽ ചെയ്ത് പരാജയപ്പെട്ടതിന്റെ ലജ്ജാഭാരം തന്റെ മുഖത്ത് കാണാം. And you can see the sad face because of the failure the last night. തന്നെ നോക്കി വെല്ലുവിളിക്കുന്ന തന്നെ ഹല്ലേലൂയ നിഷ്പ്രഭനാക്കി കളഞ്ഞ തിരമാലയുടെ ആ ശബ്ദം അവന് കേൾക്കാം. And he can see the waves that made him a failure. നൂറ് ചോദ്യങ്ങൾ ആ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. And he has hundreds of questions in his heart. എന്റെ കൈകളുടെ അധ്വാന ഫലം അവസാനിച്ചോ? Oh, my hands have failed now. ഇനിയും ഞാൻ അധ്വാനിച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാകുമോ? And if I put any efforts, is there going to be any good ഇതാണ് results? എന്റെ ഏക ഉപജീവനത്തിന്റെ മാർഗം. ആ വഴിയും അടയുകയാണോ? And that road is to my job opportunity, is that closing? ഈ പ്രഭാതത്തിലാണ് യേശു അവിടെ കടന്നു വരുന്നത്. And at this morning, Jesus is coming there. പകച്ചു നിൽക്കുന്ന പത്രോസിന്റെ പടക് യേശു തന്റെ പ്രസംഗത്തിനായി ചോദിച്ചു. And Jesus is asking the boat of Simon Peter for നാമും Jesus. പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. And we think like this. എല്ലാം തകർന്നിരിക്കുമ്പോൾ, When everything is crushed, ആശയില്ലാതിരിക്കുമ്പോൾ, when there is no hope, ഇനി എന്തിനാ പ്രാർത്ഥന, ഇനി എന്തിനാ പ്രസംഗം, and why need prayer, why need messages, ഇനി എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? and why do you need to call the name of God? നമ്മുടെ തകർച്ചയുടെ നടുവിലും ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുണ്ട്. In the midst of our brokenness, God wants to speak to us. ഉടഞ്ഞ പാത്രങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. And God wants to speak to the broken നാം vessels. അല്പം മുമ്പ് പാടിയതുപോലെ in my brokenness I can see the complete presence of the Lord. എന്റെ തകർച്ചയുടെ നടുവിൽ ഞാൻ എന്റെ എല്ലാറ്റിന്റെയും പൂർണ്ണനായ ദൈവത്തെ കാണുന്നു. Hallelujah. In the midst of our brokenness, we can see the fullness of God. പകച്ചു നിൽക്കുന്ന പത്രോസിനെ വിളിച്ചു പടകിൽ കയറ്റി. And we can see Peter was asked to get into the boat. നമുക്ക് കടലിന്റെ ഉള്ളിലേക്ക് അല്പം പോകാമെന്ന് പറഞ്ഞു. And Jesus asked, let's go back into the river. പടകിനെ പ്രസംഗപീഠമാക്കി യേശു ശുശ്രൂഷ ആരംഭിച്ചു. And on the boat, he made it as a pulpit. അതിന്റെ 4-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. And the 4th verse. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. And when he had left speaking, he said unto Simon, launch out into the deep and let your nets for a catch. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് പറഞ്ഞു. And Simon answered and said unto him, Master, we had toiled all night, I have taken nothing, but at your word I will let down അവർ the net. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. And when they had done, they caught a large number of fish, and the net started breaking. ഇവിടെ യേശു പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനായി വല ഇറക്കുക. And Jesus is saying, go down into the deep and put your net for the catch of fish. ആ ചോദ്യത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ആ കൽപ്പനയ്ക്ക് മുമ്പിൽ പത്രോസ് പകച്ചുപോയി. And before that question, Peter was troubled. എന്ത്, ഞാൻ പരാജയപ്പെട്ട ഈ കടലിൽ എനിക്ക് ഇനി മത്സ്യം കിട്ടുമോ? And I was failed at this river. How can I get any more fish? കഴിഞ്ഞ രാത്രി മുഴുവൻ I was toiling all the night. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിക്കുകയായിരുന്നു. The whole last night I was working very hard. ഒരു നിമിഷം ഞാൻ സ്വസ്ഥനായിരുന്നിട്ടില്ല. I was not quiet for even a moment. രാത്രി മുഴുവൻ പടകിന്റെ 4 വശത്തും ഞാൻ വലയെറിഞ്ഞിട്ടുണ്ട്. I have put that net on all 4 sides of the boat. വലയെറിഞ്ഞ് എന്റെ കൈ കുഴഞ്ഞതല്ലാതെ ഒരു പ്രയത്ന ഫലവും ഞാൻ കണ്ടില്ല. And I have worked hard, had all failure, I have seen no efforts. വെറും കൈയോടെ ഞാൻ ഈ പ്രഭാതത്തിൽ നടന്നു കയറി വരുന്നത് എന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും കണ്ടതാണ്. And all my family, my friends have seen how I came back home empty-handed. ഇതിന്റെ നടുവിൽ എനിക്ക് ആശയ്ക്ക് വകയുണ്ടോ? Is there any hope in the midst of all this? ഇന്ന് രാത്രി രാജ്യങ്ങളോട് ചോദിക്കുന്നു, കുടുംബങ്ങളോട് ചോദിക്കുന്നു, ദൈവസഭയോട് ചോദിക്കുന്നു, നമുക്കിനി പ്രത്യാശയ്ക്ക് വകയുണ്ടോ? Let me ask the nations, let me ask the people, is there any reason for hope? എല്ലാം തകർന്നിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇനിയും പ്രത്യാശയ്ക്ക്, സ്വപ്നങ്ങൾക്ക് വകയുണ്ടോ? When everything is destroyed, is there any reason for a hope? ഇന്ന് പ്രിയരെ, ഇന്ന് നാം കാണുന്നതും കേൾക്കുന്നതുമല്ല നമ്മുടെ ഭാവിയുടെ അന്തം. Children of God, what you see and hear now is not the end of our future. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ചിത്രം ഇതല്ലെന്ന് തിരിച്ചറിയണം. And you have to understand, this is not the complete picture of our life. നാം അറിയാത്ത ആഴങ്ങളിലെ അത്ഭുതങ്ങൾ നമുക്കായി മറഞ്ഞു കിടപ്പുണ്ട്. And there is much more blessings in the deep. ദൈവവചനത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം അത് മറ നീക്കി പുറത്തു വരണം. Hallelujah. By the power of the Holy Spirit,
we need to remove the curtain and come out of it. നമ്മുടെ വല നിറയുമാറ്, നമ്മുടെ മനസ്സ് നിറയുമാറ് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഈ അനുഭവങ്ങൾ ആഴത്തിലുണ്ട്. അത് ഇന്ന് രാവിലെ തിരിച്ചറിയണം. And we have to understand there is much more blessings in the deep that God has treasured for us. ദൈവം ഇന്ന് രാവിലെ ചിലത് ആഴത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for people of God who can understand this morning that God has prepared something in the deep for each of you. മനസ്സുമടുത്ത ശീമോനെ, നീ കടൽക്കര വിട്ടു പോകുന്നതിന് മുമ്പ് ദൈവം അത് ചെയ്തിരിക്കും. Oh, Simon, who is lost heart of hope now, God is going to do something for you അതേ now. ആഴത്തിൽ നിന്ന് തിരിച്ചറിയണം. And you have to understand what is in the deep. ഇല്ല എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും വലയെറിഞ്ഞപ്പോൾ And when he cast the net into a place where he said there was nothing, പെരുത്ത മീൻകൂട്ടം ആ വലയിൽ കുടുങ്ങുവാനിടയായി തീർന്നു. and there was a great catch of fish in the net. ഇതാണ് ഒന്നാമത്തെ സന്ദേശം. That is the first message. ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയെടുത്തു വീണ്ടും നിറച്ച നന്മകൾ ആഴത്തിലുണ്ടെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയണം. And this morning you have to understand that where you said that there is nothing there, there is a much greater blessings reserved ഞാനും there. നിങ്ങളും ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ചില ആരംഭം കുറിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. And where we said there is no more thing could happen, God is going to start a beginning അതുകൊണ്ട് there. പകച്ചു പോകല്ലേ. ഹല്ലേലൂയ. എന്തെങ്കിലും കാണുമ്പോൾ തലകുനിച്ച് തലകുമ്പിട്ട് മനസ്സ് മടുത്തു പോകല്ലേ. ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക നന്മകളുടെ പെരുത്ത കൂട്ടമുണ്ട്. Hallelujah. When you see something like this, do not be discouraged. In the deep, there is multitude of fishes. വചനത്തിന് ചെവി കൊടുത്താട്ട് Hallelujah. Give ear to the word of ദൈവം God. യേശു പറയുന്നത് അനുസരിച്ചാട്ട് Listen to what Jesus is saying. അവന്റെ വാക്കിന് വലയിറക്കണം. Hallelujah. At his word, cast the net. രണ്ട്, ആഴത്തിൽ എന്തുണ്ട് And what is in the deep? നാം ഇന്ന് രാവിലെ തിരിച്ചറിയണം. And you have to discern that this morning. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം Matthew chapter 13, അതിന്റെ 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ verses 5 through 6. നാം അറിയുന്ന പോലെ മത്തായി 13 യേശു പറഞ്ഞ ഉപമകളുടെ കൂമ്പാരങ്ങളാണ്. And we can see Matthew chapter 13 is where Jesus listed a bunch of parables. ആരംഭത്തിൽ യേശു പറഞ്ഞ ഉപമ വിതയ്ക്കാൻ പോയ വിത്തിന്റെ ഉപമയാണ്. And we can see this parable of the sower. ഒരു മനുഷ്യൻ വിതയ്ക്കുവാൻ പുറപ്പെടുന്നു. A person went out to sow. വിതയെ കുറിച്ച് നല്ല അറിവുള്ള മനുഷ്യനാണ്. And this man knows very well about sowing. നല്ല വിത്താണ് കയ്യിലുള്ളത്. And he has a very good എന്നാൽ seed. പോകുന്ന യാത്രയിൽ അത് പല സ്ഥലത്ത് വീണതിനെ കുറിച്ച് നാം വായിക്കുന്നു. And we can see that as he was walking, it fell in several places. പലതരത്തിലുള്ള വളർച്ചയാണ് അതിനുണ്ടായത്. And it had different kinds of growth. നാം ഇവിടെ വായിക്കുന്നത് And what we read here, ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തു വീണു. some fell upon stony places where there was not much earth. മണ്ണിന് താഴ്ചയില്ലായകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. And because it had no depth of the earth, they sprung up very quickly. എന്നാൽ സൂര്യൻ ഉദിച്ചപ്പോൾ But when the sun came up, അതിന്റെ ചൂട് തട്ടി വേറില്ലായകിയാൽ അത് ഉണങ്ങിപ്പോയി. and they were scorched because they had no root and they withered away. പുറമേ കണ്ടാൽ ഒരു കുഴപ്പവുമില്ല. Outside there is nothing lacking. വളരാൻ പറ്റിയ സാഹചര്യമാണ്. And it can grow over there പക്ഷേ ആഴത്തിൽ മണ്ണില്ലായക കൊണ്ട് because there was no earth or soil വിതച്ച deep. വിത്ത് എന്താ വളരാഞ്ഞത്? And why is this seed not so growing? മുളച്ചെങ്കിലും എന്താ ആരംഭത്തിൽ തന്നെ അത് മുരടിച്ചു പോയത്? Even though it sprung up, why did it stop growing? നാം കാരണം ഇന്ന് രാവിലെ തിരിച്ചറിയണം. We have to understand the reason this morning. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും എന്തേ പ്രയോജനമില്ലാതെ പലതും പോകുന്നത്? And after working so hard, why we are having no results? കൂട്ടത്തിലുള്ള പലതും വളർന്നിട്ടും And many things around us are growing. എന്തേ നാം ആഗ്രഹിച്ചതുപോലെ പല മണ്ഡലത്തിലും നമുക്ക് എത്തിച്ചേരുവാൻ കഴിയാത്തത്? But why are we not able to get to certain of the areas of our life? ആശയോടെ തുടങ്ങിയ കുടുംബജീവിതം എന്തേ തകർച്ചയുടെ വക്കിലെത്തിയത്? With great hope you started the family life, why you are in a destruction? എന്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്തുന്നില്ല? Why you are not able to reach a conclusion or your generation? തുടങ്ങിയടുത്ത് തന്നെ പലപ്പോഴും അവസാനിച്ചു പോകുന്ന പോലെ എന്തേ കൈകുടഞ്ഞു പോകുന്നു? And why are your hands failing? Many times you are stopping where you started. പ്രിയരെ ദൈവമക്കളെ, ഇത് വിത്തിന്റെ കുഴപ്പമല്ല. Children of God, it is not a problem of the seed. ഈ വിത്ത് തന്നെ പല സ്ഥലത്ത് വീണ് 30, 60, 100 മേനി കൊയ്തതാണ്. And this same seed fell on several places, other places, and had 30, 60, and 100 fold. ഈ വിത്ത് പ്രയോജനപ്പെട്ടതാണ്. And this seed was fruitful. യേശു തന്നെ പറഞ്ഞു ഈ വിത്ത് ദൈവവചനമാണെന്ന്. And Jesus himself said this seed is the word of God. അപ്പോൾ വിത്തിന്റെ കുഴപ്പമല്ല. It is not the problem with the seed. ദൈവവചനത്തിന് അന്നും ഇന്നും ശക്തിയുണ്ട്. The word of God has power even then and even now. പാറകളെ തകർക്കുവാൻ ദൈവവചനത്തിന് കഴിയും. And it can break the rocks. വനങ്ങളെ തോലുരിക്കുവാൻ ദൈവവചനത്തിന് കഴിയും. It can skin out the jungles. അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുവാൻ ദൈവവചനത്തിന് കഴിയും. And slow-hearted minds can bring wisdom into the minds. അന്ധന്മാരുടെ കണ്ണ് തുറക്കുവാൻ ദൈവവചനത്തിന് കഴിയും. The word of God can open the eyes of the blind. ഈ ദൈവവചനമല്ലേ പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ സൃഷ്ടി നടത്തിയത്? And this word of God is the one which made creation upon the earth which was void and dark.
dark. പെട്ടുകിടന്ന ഈ അന്ധകാരത്തെ മാറ്റിയത് ഇതേ വചനമാണ്. And this is the word of God that removed the darkness which was on the face of the earth. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഉണങ്ങിയ നിലത്തെ പൊക്കിയെടുത്തു കൊണ്ടുവന്നത് ഇതേ വചനമാണ്. And this is the word of God that brought the life into this earth. ആകാശത്തിൽ പർവ്വജാതികളും കാട്ടിൽ മൃഗങ്ങളും ഭൂമിയിൽ ഇഴയുന്ന ജന്തുക്കളെയും നിർമ്മിച്ചത് ഇതേ വചനമാണ്. And this is the word of God brought the birds in the air as well as the cattle in the field. തരിശുഭൂമിയിൽ പച്ചപ്പുല്ലും ഫലമുള്ള വൃക്ഷസസ്യാദികളും ഉളവാക്കിയത് ഇതേ വചനത്തിന്റെ ശക്തിയാണ്. And this is the exact same word of God which brought forth plants and flowers and everything in the earth. അപ്പോൾ വചനം എന്ന വിത്തിന്റെ കുഴപ്പമല്ല ഇവിടെ. Therefore it is not the problem with the seed, the word of God. വിത്ത് മുളയ്ക്കാഞ്ഞതിന്റെ മുരടിച്ചു പോയതിന്റെ കാരണം ഇന്ന് രാവിലെ നാം കണ്ടുപിടിക്കണം. We need to understand why the seed stopped growing. ആത്മീയ ജീവിതം മുരടിച്ചു പോകുന്നതിന്റെ കാരണം, Why our spiritual life is not growing. ഫലവത്തായ ഒരു ക്രിസ്ത്യ ജീവിതം എന്തുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല? Why cannot we have a fruitful Christian life? പാരമ്പര്യമുണ്ടെങ്കിലും പഴക്കമുണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിലും ആഗ്രഹിച്ച രീതിയിൽ ക്രിസ്തീയ പക്വതയിൽ എന്തുകൊണ്ട് നാം എത്തിച്ചേരുന്നില്ല? Even though we have the knowledge and the experience of why we are not able to reach the Christian maturity. വേണമെങ്കിൽ പുറമെ അടിച്ച കാറ്റിനെയും അല്ലെങ്കിൽ വെയിലിനെയും പഴി പറഞ്ഞ് രക്ഷപ്പെടാം. And maybe we can blame excuse on the sun and the wind and everything. ചൂട് തട്ടിയത് കൊണ്ടാണ് ഞാൻ കരിഞ്ഞു പോയത്. Or because of the heat that I was so fainted. കാറ്റടിച്ചത് കൊണ്ടാണ് എനിക്ക് നേരെ നിൽക്കാൻ പറ്റിയത്. Because of the wind I cannot stand strong. പിറുപിറുക്കാം, പരാതി പറയാം. We can come up with excuses and മറ്റുള്ളവരെ murmur. പഴിചാരി രക്ഷപ്പെടാം. And we can come up with a lot of excuses. അവര് കാരണമാണ് ഇവര് കാരണമാണ് എനിക്ക് വളരാൻ കഴിയാത്തത്. Because of that person, because of this person, I'm not able to ഞാൻ grow. ജനിച്ച സ്ഥലത്തിന്റെ കുഴപ്പമാണ്. Because of the place that I was born. എന്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയി. Oh, my family is like this. എനിക്ക് ആഗ്രഹിച്ച വിദ്യാഭ്യാസം കിട്ടിയില്ല. I do not have the education that I wanted. പലതും പരാതി പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതം തകർത്ത് കളയാം. With all the excuses, you can destroy your spiritual life. പക്ഷെ ഇന്ന് പകൽ നാം കണ്ടുപിടിക്കണം. But this morning we need to find ഈ out. വിത്ത് പ്രയോജനപ്പെടാതെ ആഴത്തിൽ എന്താ മറഞ്ഞു കിടന്നെന്ന്. And why was this seed not bringing forth fruit and buried in the deep? പലയിടത്തും മുളച്ച വിത്ത്. And many times it sprung up. പലരെയും പലർക്കും പ്രയോജനപ്പെട്ട വിത്ത്. And this was a seed that was useful to many people. പലരും ദൈവകൃപയിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ, And when many people were in the glory of God, പലരും ആത്മീയത്തിൽ മുന്നേറുമ്പോൾ, when people were going in the spiritual life, ഈ വചനം ഈ വിത്ത് എന്തുകൊണ്ട് എന്റെ വീട്ടിൽ മുളയ്ക്കുന്നില്ല? why is this word not being fruitful in my household? ഇതുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ഭാവിക്ക് പ്രയോജനം ചെയ്യുന്നില്ല? Why is not bringing blessings to my future? നാം ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. What we read here, വിത്തിന്റെ കുഴപ്പമല്ല, not the problem of the seed. മണ്ണിന് താഴ്ചയില്ലായിരുന്നു. There was no depth in the earth. ആഴത്തിൽ മണ്ണില്ലായിരുന്നു. And there was no earth, soil in the depth. കേട്ട വചനത്തിന് വിതച്ച വിത്തിന് വളരുവാൻ തക്ക ആഴമുള്ള മണ്ണില്ലായിരുന്നു. And the seed, there was not enough earth in the depth for it to grow. പുറമേ നോക്കിയാൽ മോടിക്കും ഭംഗിക്കും കാഴ്ചയിൽ ഒരു കുഴപ്പമില്ല. And outside it has everything that it needs. ദൈവമക്കളെ, ഇന്ന് രാവിലെ തിരിച്ചറിയണം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആഴം എന്താണെന്ന്. And children of God, we need to understand what is the depth of our spiritual life. ആത്മീയ ജീവിതത്തിന്റെ പൊള്ളപ്പരം ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം. And we need to understand what is the beauty of the spiritual life. Shallow Christian life is always dangerous. Shallow Christian life is always dangerous. ആഴമില്ലാത്ത ആത്മീയ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. Hallelujah. If the Christian life does not have depth, there is no fruitfulness. നമ്മുടെ പരീക്ഷ ഭക്തിയാണോ? Oh, is it a Pharisee, like Pharisees? നമ്മുടെ കപട ഭക്തിയാണോ? Is it like ungodliness? ഹല്ലേലൂയ. പരീശന്മാരെ പോലെ കപടഭക്തരെ പോലെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതാണോ നമ്മുടെ ആത്മീയം? Hallelujah. Is our spiritual life that they like the hypocrisy of the Pharisees? നമ്മളല്ലേ പുറമെല്ലാം നന്നായിരുന്നാൽ നാം വളരെ സന്തോഷമാണ്. And if everything on the outside is very good, we are happy. ആര് കണ്ടാലും നല്ലതെന്ന് പറയണം. And somebody would say that it is good. പ്രസംഗം നന്നായിരുന്നു, പാട്ട് നന്നായിരുന്നു, The message was good, the song was good, പ്രാർത്ഥന നന്നായിരിക്കുന്നു, the prayer was good. കണ്ടാൽ ഒരു കുഴപ്പവുമില്ല. Oh, outside there is no പക്ഷേ problem. സത്യത്തിൽ നമ്മുടെ ആത്മീയ അനുഭവം എങ്ങനെ ഇരിക്കുന്നു? But in reality, what is the true condition of a spiritual life? വെള്ളതേച്ച ശവക്കല്ലറകളെ പോലെ പുറം മോടിയാക്കി നാം മിനുക്കി മേനി നടക്കുകയല്ലേ? Hallelujah. Just like this whitewashed tombs, are we beautified it and walking like നമുക്ക് that? പാട്ടുണ്ട്, കൊട്ടുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. Hallelujah. We have songs, we have noise and everything. പക്ഷേ ആത്മീയം ഒരു പടിയും കൂടെ വളരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, But if we are not able to grow a step in the spiritual life, അന്നത്തെ ഭയം ഇന്നും മാറിയിട്ടില്ലെങ്കിൽ, if that fear then is not removed yet, അന്നത്തെ പിറുപിറുപ്പ് ഇന്നും മാറിയിട്ടില്ലെങ്കിൽ, if that murmuring then is still there, അന്നത്തെ കയ്പും വിദ്വേഷവും ഇന്നും if മാറിയിട്ടില്ലെങ്കിൽ, the bitterness from there is still there, എന്ത് കണ്ടാലും മനസ്സുമടക്കുന്ന അന്നത്തെ സ്വഭാവം ഇന്നും മാറിയിട്ടില്ലെങ്കിൽ, if you are always discouraged from then and even now, കാലപ്പഴക്കം കൊണ്ട് നമുക്കിതിന് മാറ്റമുണ്ടായിട്ടില്ലെങ്കിൽ, and with the
passage of time if there is no change in our ആരെയും condition. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. It is no problem blaming anybody. വചനത്തിന് വളരാൻ പറ്റിയ ആഴമുള്ള മണ്ണിന്റെ അനുഭവം അകത്തില്ല എന്ന് നാം അറിയണം. Hallelujah. We have to understand that the word of God, that it can grow. There is no depth of the earth in it. ആഴത്തിൽ എന്താണെന്ന് ഇന്ന് രാവിലെ അറിയണം. And this morning we need to know what is in the depth. കാലപ്പഴക്കം കഴിഞ്ഞിട്ടും, Hallelujah. After the passage of time. പ്രസംഗിച്ചിട്ടും പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും, Hallelujah. After singing songs, after message and after prayer. ആത്മനിറവുണ്ടെന്ന് പറഞ്ഞിട്ടും, Even after saying that we have the fullness of the Spirit. പാപത്തെ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, If we are not able to overcome sin. ജഡത്തെ തോൽപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, If we are not able to defeat the flesh. ജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ, If we cannot have a victorious Christian life. ആരോഗ്യമുള്ള ആത്മീയ ജീവിതം കാഴ്ചവെക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, If we cannot have a strong spiritual life. പ്രിയരെ, ഇന്ന് രാവിലെ തിരിച്ചറിയുക ആഴത്തിൽ എന്താ ഉള്ളത്. And children of God understand what is in the depth. പ്രാർത്ഥനയുണ്ട്, There is prayer. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ആഴമില്ലെങ്കിൽ, But if there is no depth in the prayer. സമർപ്പണമുണ്ട്, And there is a surrender. പക്ഷെ അതിന് ആഴമില്ലെങ്കിൽ അല്ലെങ്കിൽ നിലനിൽപ്പാൻ കഴിയത്തില്ല. But if it does not have the depth, it cannot stand. ക്ഷമയുണ്ട്, And you have patience. പക്ഷെ ആഴത്തിൽ അല്ലെങ്കിൽ അതിന് മണ്ണില്ലെങ്കിൽ വളരുവാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും പക ഉള്ളിൽ നിറഞ്ഞു വരും. But if it has no depth in it, still you will have this anguish in your heart. സഹിഷ്ണുതയുണ്ട് നമുക്ക്, You have long suffering. പക്ഷെ അതിന് ആഴമില്ലെങ്കിൽ But if there is no depth, ഇപ്പോഴൊന്ന് ക്ഷമിക്കും, can you forgive കുറച്ച് now? കഴിയുമ്പോൾ വീണ്ടും നാം തളർന്നു കുഴഞ്ഞു പോകും. But after some time, you will be again discouraged. എന്റെ ഒരു മനുഷ്യൻ വീട് കെട്ടിപ്പൊക്കിയിട്ട് A person built up this house. കാറ്റടിച്ചപ്പോൾ അത് വീണു പോയത്. And why did it fall down upon a wind? നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച വീട് പണിതത്. And he did not use the right material. അവന്റെ കൂട്ടുകാരനും അതേ കെട്ടിടം അതേപോലെ കെട്ടിടം പണിതത്. And his friend also built the same house. പക്ഷെ ഒരുത്തൻ മണ്ണിൽ കുഴിച്ച് വീട് പണിതു. But one person built his house on the sand. ഒരേ സഭയിൽ ആരാധിക്കാം, You can worship in the same ഒരേ congregation. പ്രസംഗം കേൾക്കാം, You might hear the same message. ഒരേ വചനം വായിക്കുന്നു, You read the same word. ഒരേ ആത്മാവിൽ നയിക്കപ്പെടുന്നു, You have been led by the same ഒരേ Spirit. പ്രത്യാശയോടെ യാത്ര ചെയ്യുന്നു. And you are led by the same hope. പക്ഷെ വിളക്കിൽ എണ്ണയില്ലാത്ത കന്യകമാരെ പോലെ But just like the virgins who did not have the oil in the lamp. വക്കോളം എത്തിയിട്ട് കൈവിടപ്പെട്ടു പോയാൽ Hallelujah. If you reach to the point of destination but you left അതിനാരെയും over. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. You cannot blame anybody. നാം വീട് പണിയുമ്പോൾ ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയണം. Hallelujah. When we build houses, we have to make sure the foundation is upon the rocky places. ആഞ്ഞടിക്കുന്ന കാറ്റിനും തകർത്തു പെയ്യുന്ന മഴയ്ക്കും ഇളയ്ക്കും അറിയുവാൻ കഴിയാത്ത ഉറപ്പുള്ള ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കണം. We have to have a strong spiritual life that the wind and the storms could not destroy it. ഇന്ന് രാവിലെ തിരിച്ചറിയണം. This morning, let us understand. കേൾക്കുന്ന വചനം ജീവിതത്തിൽ ഫലം കായ്ക്കാതെ വണ്ണം, Hallelujah. The word that we are hearing is not bringing fruitfulness in life. എന്റെ ജീവിതത്തിൽ വചനത്തിന് വേരൂന്നുവാൻ കഴിയാത്ത ആഴമില്ലാത്ത അവസ്ഥകൾ എന്തെന്നറിയണം. And we have to understand why the word is not taking deep root in our lives. ഈ ലോകത്തിന്റെ കൊടും വെയിലിൽ ഉണങ്ങി വാടിപ്പോകാത്ത ഒരു ആത്മീയ ജീവിതത്തിന് നാം ഉടമകളായി മാറണം. And we need to be a people of God who are not fainted because of the scorched heat of this world. ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ ആഴത്തി വളരാം. Let us grow in the depth. മറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളെ കണ്ടുപിടിച്ചാട്ട്, Hallelujah. Let us see the hidden depths. വചനത്തിന് ഇറങ്ങുവാൻ കഴിയാത്ത ആത്മീയ അനുഭവങ്ങളെ കണ്ടുപിടിച്ചാട്ട്, Hallelujah. Not able to go into the depths of the word of God. Let us find out what is the നമ്മുടെ reason. ചിന്താമണ്ഡലങ്ങളെ ഇന്ന് രാവിലെ ശുദ്ധീകരിക്കണം. Hallelujah. Let us cleanse our mind. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, Apostle Paul, as he's writing to Philippians, is saying, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം Philippians chapter 4, 4-ന്റെ 7, 8, 9 വാക്യങ്ങള്, chapter 4, verse 7, 8, and അതുകൊണ്ട് 9. പ്രിയരെ, സത്യമായതും നീതിയായതും സൽകീർത്തിയായതും ഘനമായതും ദൈവപ്രയോജനമുള്ളതും ചിന്തിച്ചു കൊള്ളണം. Hallelujah. Children of God, therefore, whatever is noble, whatever is true, whatever is good, think on those things. നിങ്ങളുടെ ചിന്താമണ്ഡലം ആഴമുള്ളതാണെങ്കിൽ, If your thought process is deep, ദൈവകൃപ ജ്വലിക്കുന്നതാണെങ്കിൽ, if it will manifest the glory of God, ആർക്കും നിങ്ങളെ ആടികുലയ്ക്കുവാൻ കഴിയത്തില്ല. nobody can put you down. ഒന്നാലലിയ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയ മത്സ്യക്കൂട്ടങ്ങളുണ്ട്. And there is a multitude of fish in the depth. പുറമെയുള്ളതിനെ കണ്ട് തലകുനിച്ച് വിരലി ദുഃഖിച്ചു പോകരുത്. And do not be discouraged because of what is happening outside. രണ്ട് പ്രയോജനമുള്ള വിത്താണെങ്കിലും ആഴത്തിൽ മണ്ണില്ലെങ്കിൽ വിത്ത് വളരുകയില്ല. And second, if the seed is good, but if there is no depth, it will not grow. ആഴമുള്ള ആത്മീയ അനുഭവങ്ങൾക്ക് ഉടമസ്ഥരായി മാറണം. And we need to be people of God, of deep spiritual experiences. ഇന്ന് രാവിലെ നാം പലവട്ടം കേട്ടതുപോലെ ദൈവ സ്നേഹത്തിന്റെ ആഴം നാം തിരിച്ചറിയണം. And just as we heard this morning, third, we need to understand the depth of the love of God. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, Ephesians chapter 3, verse 18. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും ഹല്ലേലൂയ എന്നും നിങ്ങൾ ദൈവസ്നേഹത്തിൽ വേരൂന്നി
അടിസ്ഥാനപ്പെട്ട് വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. Hallelujah. You have to understand what is the depth and the breadth and the length and the height of the love of God with all the saints. ദൈവസ്നേഹത്തിന്റെ ആഴം നാം അറിയണം. We need to understand the depth of the love of God. ആ 18ാം വാക്യത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്. And there is a specific mention in the 18th verse. ദൈവസ്നേഹത്തിന്റെ ആഴം നിങ്ങൾ അനുഭവിച്ച ആഴത്തിൽ അറിയണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റത്തില്ല. And you cannot understand the love of God by yourself. സകല വിശുദ്ധന്മാരോടും ചേർന്നെങ്കിലേ അത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. And along with all the other saints you need to join, then only understand the depth of the love. യേശു പലവട്ടം അത് പറഞ്ഞില്ലേ? Jesus has said it many times. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കണം. Just like as I loved you, you should love others. ദൈവസ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് അറിയണമെങ്കിൽ, And if you want to understand the depth of the love of God, മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അതിന്റെ ആഴം കൂടി വരും. as you love others, you will understand the increase in the ഒരു love. ഉറവയിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ, From when the water comes out of a fountain, ഒരു കപ്പിനകത്ത് വേണേ നമുക്ക് നിറച്ചു വെക്കാം അത്. and we can fill it in a cup. അല്ലെങ്കിൽ എന്നാൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും തോറും But as you are pouring it in other cups, അൺലിമിറ്റഡ് ആയിട്ട് ആ ഉറവ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. and you can use that fountain unlimited. 50 വർഷത്തേക്കോ 60 വർഷത്തേക്കോ ദൈവസ്നേഹം നിങ്ങൾ മാത്രം ആസ്വദിക്കാതെ, And just only you are enjoying this love of God for 30-60 years. അതിന്റെ നീളവും അതിന്റെ വീതിയും ആഴവും അറിയണമെങ്കിൽ, And if you have to understand the length and the breadth and the അത് depth, കൂട്ടു സഹോദരങ്ങൾക്ക് കുടുംബങ്ങൾക്ക് നിങ്ങൾ ദൈവസ്നേഹം പകർന്നു കൊടുക്കണം. and you have to impart that to the brothers and the children of God. ആ അടയാത്ത ഉറവ പോലെ ആ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. That like the unstoppable fountain, that love will continue to pour into your life. പാപികളായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചതാ ദൈവസ്നേഹത്തിന്റെ ആഴം. When we were yet sinners, God loved us. That is the depth of the love of God. അധർമ്മികളായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചതാ ദൈവസ്നേഹത്തിന്റെ ആഴം. When we were unrighteous, God loved us. That is the love of God. ദൈവം തന്റെ സ്നേഹം തന്റെ പുത്രനായ യേശുവിൽ കൂടി 3 രീതിയിൽ വെളിപ്പെടുത്തി. And Jesus Christ, God has showed his love through Jesus Christ in 3 ways. യോഹന്നാൻ 13:1 വാക്യത്തിൽ അതുണ്ട്. And John chapter 13 verse 1. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. Hallelujah. At the end of the Passover, as Jesus Christ found out that his time is approaching to go back to the Father, he loved his dear ones as Father loved him. ദൈവസ്നേഹത്തിന്റെ ആഴം 3 രീതിയിൽ യേശു വെളിപ്പെടുത്തി. And in 3 ways, Jesus showed the love of Father. ഒന്ന്, he demonstrated his love. തന്റെ സ്നേഹം മറ്റുള്ളവരെ അവൻ തെളിയിച്ചു പ്രകടമാക്കി കാട്ടിക്കൊടുത്തു. And first of all, he demonstrated his love to the other people. ദൈവമക്കളെ, സ്നേഹം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയാലും സത്യത്താലും ആയിരിക്കണം. And children of God, our love should not be our words but by our deeds. I love you എന്ന് പറയുന്നത് കൊണ്ട് ഒതുങ്ങുന്നതല്ല സ്നേഹം. Our love should not be limited in saying I love you. സ്നേഹം പ്രകടിപ്പിക്കണം. We should demonstrate God's love through our action. Hallelujah. Through our actions we should demonstrate the love of God. യേശു തനിക്കുള്ളവരെ സ്നേഹിച്ചു കാട്ടി. And here we can see that God loved his people. തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദയും സ്നേഹിച്ചു. And even the Judas Iscariot, he was loving him. തള്ളി പറയുന്ന പത്രോസിനെ സ്നേഹിച്ചു. And even the Peter who was denying, he loved. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങുന്ന യാക്കോബിനെ യോഹന്നാനെ സ്നേഹിച്ചു. And James and John who were sleeping during prayer time, he loved them. തന്നെ വിട്ട് ഓടിപ്പോകുന്ന എല്ലാ ശിഷ്യരെയും സ്നേഹിച്ചു. And all the disciples that were running away, he loved. താൻ എത്ര പറഞ്ഞിട്ടും അവിശ്വാസമുള്ള ഈ ശിഷ്യന്മാരെ സ്നേഹിച്ചു. And with all the disciples who are not having faith, he loved them. അതാണ് ഡെമോൺസ്ട്രേറ്റഡ്. ദൈവം സ്നേഹം പ്രകടിപ്പിച്ചു. And that's how he demonstrated the love. രണ്ട് സമയമായി എന്ന് അറിഞ്ഞിട്ടും സ്നേഹിച്ചു. Even though he understood that his time is approaching, he still loved them. മരിക്കാൻ പോവുകയെന്ന് അറിഞ്ഞിട്ടും, Even though he said that I am at the point of death. എന്റെ അന്തം എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നിട്ടും, Even though I knew that what is the end of my life. മറ്റുള്ളവരുടെ ഭാവിയെ കരുതി സ്നേഹിക്കുന്നതാണ് സാക്രിഫിഷ്യൽ ലവ് എന്ന് പറയുന്നത്. And thinking about the other's life, that is called the sacrificial love. അതിനും പറയുന്നു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. And the Bible says that we should not only look for the good of us, but the others also. ഇന്നലെ രാത്രി ഞാനത് ഓർപ്പിച്ചായിരുന്നു. I reminded last night. പഴയ നിയമത്തിലെ പ്രമാണം അനുസരിച്ച് According to the law of the Old Testament, ഞാൻ നിങ്ങളെ എന്നെ പോലെ സ്നേഹിച്ചാൽ മതി. I should love you just like me. അല്ല, നിങ്ങളെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണം. Hallelujah. Just like you love the friends. അതൊരു വലിയ സ്നേഹമാണ്. And that is a big love. നമ്മെ പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കണം. And just like us, we love our friends. പക്ഷെ പുതിയ നിയമത്തിന്റെ സ്നേഹം അതിനേക്കാൾ വലുതാണ്. But the love of the New Testament is much higher. നമ്മളെ പോലല്ല സ്നേഹിക്കേണ്ടത്. Not just like we love us. ക്രിസ്തു
നമ്മളെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. Just like Christ loved us, so we should love the others. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകണം. And we should be ready to give our life for others. പ്രാണൻ കൊടുത്ത് സ്നേഹിക്കുവാൻ തയ്യാറാകണം. And we should give our life and even to the point that we love them. മൂന്നാമത്തെ സ്നേഹം, And the third love, ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, and that's what we read here. ലോകത്തിൽ തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. Hallelujah. In this world, he could love the people to the last minute. ഇത് steadfast love ആണ്, അല്ലെങ്കിൽ അന്തമില്ലാത്ത സ്നേഹമാണ്. And this is a steadfast love. അല്ലെങ്കിൽ മുറിഞ്ഞു പോകാത്ത, And without any disconnect. കല്ലറ കൊണ്ട് അവസാനിക്കാത്ത, And we're not stopping at the tomb. ഈ ലോകം കൊണ്ട് തീരാത്ത, Not stopping at this world. സകല മാനുഷിക സ്നേഹങ്ങളും ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ When all the human love stops in this earth. എന്താ ദൈവസ്നേഹം? What is God's love? ഇന്ന് രാവിലെ നിത്യമായ ദൈവസ്നേഹത്തിന്റെ ആഴം നാം അറിയണം. We have to understand the depth of the eternal നാം love. എപ്പോഴും പാടുന്നത് പോലെ, Just like we sing. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. കാരണം ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോരെന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. എങ്കിലും കാൽവേറി സ്നേഹത്തിൻ മുൻപില അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലും കാൽവേറി സ്നേഹത്തിൻ മുൻപിലാൽ അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞു പോലെ. നിത്യമായ സ്നേഹമായ യേശുവിന്റെ സ്നേഹം, Jesus' love is eternal love. ഇടയ്ക്ക് വെച്ച് മുറിക്കുന്നതല്ലെന്നേ. It's not disconnected in between. അല്ല, വീട് വിട്ട് മുടിയൻ പുത്രൻ പോയെന്ന് പറഞ്ഞാലും Even though the prodigal son left the house. പോയ പട്ടണത്തോളം നീളുന്നതാ ദൈവസ്നേഹം എന്ന് പറയുന്നത്. And the love of God goes far away. അവൻ തിരിച്ചു വരുവാൻ അവനെ കൊണ്ടുവരുന്നതാ ദൈവസ്നേഹം എന്ന് പറയുന്നത്. And to return him back, that is the love of God. അവൻ പോയപ്പോൾ മുതൽ From the time he left അവൻ മടങ്ങി വരുന്നത് വരെ till the time he came back. അവനെ എത്തിപ്പിടിക്കുന്ന ആലിംഗനത്തിന്റെ കരങ്ങൾ നാം കണ്ടില്ലേ? And we have seen the hand that was embracing him. അവൻ പോയപ്പോൾ മുതൽ And from the time he left. അവന് വേണ്ടി ഒരുക്കി വെച്ച വസ്ത്രത്തിന്റെ തിളക്കം നിങ്ങൾ കണ്ടില്ലേ? And have you seen the shiny garments that was അവൻ prepared for പോയപ്പോൾ him? മുതൽ അവനെ അണിയിക്കുവാനല്ലേ പണിതു വെച്ച മോതിരത്തിന്റെ തിളക്കം നിങ്ങൾ കണ്ടില്ലേ? And have you seen the shining of the ring that was prepared for അവന് him? പുതിയ ചെരുപ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ And he was given new shoes. അവൻ പോയ സമയം നോക്കി, From the time he left. അവന്റെ കാല് വളരുന്നത് നോക്കി, I think that his feet was growing. അതിന്റെ പക്ക ഭാഗമായ ചെരുപ്പ് വരെ ഒരുക്കി വെച്ച പിതാവിനെ കണ്ടില്ലേ? And you can see the father who prepared a shoe for him. നഷ്ടപ്പെട്ടു പോയ മാസങ്ങളും വർഷങ്ങൾക്കും പകരമായി Instead of replacing all the years ഞാൻ that were lost. പിന്മാറിപ്പോയപ്പോൾ When I was backsliding എന്റെ പഴയ പാപം കണക്കിടാതെ and without counting my old sins. തിരികെ ആലിംഗനം ചെയ്ത ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയണം. Oh, understand the depth of the love of God who has embraced us. ഇന്ന് രാവിലെ ദൈവസ്നേഹത്തിന്റെ ആഴം അറിഞ്ഞാട്ട് Oh, this morning can you understand the depth of the love of God? നാല്, Fourth. നാം എന്താ അറിയണം? ആഴത്തിൽ എന്തെന്ന് അറിയണം. And we have to understand what is in the depth. 1 കൊരിന്ത്യർ 2:10 1 Corinthians chapter 2 verse 10. നമുക്കോ ഹല്ലേലൂയ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. And but God has revealed them unto us by Spirit, for Spirit searcheth all things, the deep things of God. Knowing the deep things of God through the Holy Spirit. Hallelujah. Knowing the deep things of God through the Holy Spirit. ദൈവത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ആത്മാവിനാൽ ദൈവിക ആഴങ്ങളെ നമുക്കറിയാം. The Spirit that God has given us, through that we can understand the depth of the things of God. നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത് ദൈവിക നന്മകളുടെ ആഴങ്ങൾ. And beyond our thought process is where the depth of the blessings of God is. സ്വർഗീയ കരുതലുകളുടെ ആഴങ്ങൾ അപ്രമേയമാണ്. Hallelujah. The provisions of God is beyond our thought process. റോമാലേഖനം 11 അധ്യായം Romans chapter 11. 33 മുതൽ 36 വരെ വായിക്കുമ്പോൾ Chapter 33 to 40, verse 33 to 44. 36 sorry. 9 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. And we can see 9 things over there. വേഗം പറഞ്ഞു പോകാം. I'm going to say it നമ്മൾ quickly. ഉപയോഗിച്ചിരിക്കുന്നത് എത്ര ആഴമേ.
Oh, how deep. എന്തൊക്കെയാണ്? What is it? ദൈവത്തിന്റെ ധനത്തിന്റെ ആഴം. And the wealth of the depth of God. അവന്റെ കൃപാധനം എത്ര ആഴമുള്ളതാ. And how grace is the അവന്റെ grace of മഹത്വം, God. അവന്റെ കരുണയുടെ ആഴം നാം തിരിച്ചറിയണം. And we have to understand the depth of this രണ്ട് mercy. ദൈവത്തിന്റെ ജ്ഞാനം എത്ര ആഴമുള്ളതാ. And how deep is the wisdom of God. ദൈവത്തിന്റെ അറിവ് എത്ര ആഴമുള്ളതാ. How deep is the knowledge of God. എന്നെ അറിയുന്ന ദൈവം. And Lord who knows me. ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും നിൽക്കുന്നതും പോകുന്നതും വരുന്നതും അറിയുന്ന ദൈവം. A Lord who knows my going out, coming in and everything. എന്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം. And Lord who knows the intents and the thoughts of my heart. എന്റെ വാക്കുകളും വാക്കുകളുടെ പിന്നിലെ ചിന്തയും അറിയുന്ന ദൈവം. And Lord knows my thought, not only thoughts, that even the motives അവൻ നമ്മുടെ behind that. പ്രകൃതി അറിയുന്നു, നമ്മുടെ ഭാവി അറിയുന്നു. He knows my structure, He knows my future. അവന്റെ ന്യായവിധികൾ ആഴമുള്ളതാണ്, അപ്രമേയമാണ്. Hallelujah. His judgments are deep. അവന്റെ വഴികൾ അഗോചരമാണ്. His ways are unsearchable. പെരുവെള്ളത്തിൽ അവന് വഴിയുണ്ട്. In the great waters He has ways. കാറ്റിലും കൊടുങ്കാറ്റിലും ദൈവത്തിന് വഴിയുണ്ട്. In the storms and the winds He has ways. വഴിയില്ലാത്തടത്ത് ദൈവത്തിന് വഴിയുണ്ടെന്ന് നാം അറിയണം. And we know that where there is no way for us, God has a way. അവനാണ് വഴി തുറക്കുന്ന ദൈവം. He is the one who opens the way. അത്ഭുതം ചെയ്യുന്ന ദൈവം. And He's the one who does wonders. കർത്താവിന്റെ മനസ്സ്, അവന്റെ ഹിതം അറിയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? Hallelujah. Have you able to understand the will of God? ആരെങ്കിലും കർത്താവിന് മന്ത്രിയായിരുന്നിട്ടുണ്ടോ? Have you been a counselor to the Lord? അവന് വല്ലതും മുമ്പ് കൊടുത്തിട്ട് പ്രതിഫലം ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? Have you given something to the Lord and then you got a reward? എല്ലാം കൂടെ ചേർത്ത് പൗലോസ് പറയുന്നു, And putting together everything, Paul is saying, സകലതും അവങ്കിൽ നിന്ന് വന്നു, everything came through Him. സകലതും അവനാൽ സംഭവിക്കുന്നു, Everything is happening through Him. സകലതും അവങ്കിലേക്ക് മടങ്ങി ചെല്ലും. And everything is coming back to Him. ഇതാണ് ദൈവിക ആഴം തിരിച്ചറിഞ്ഞവർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുന്നത്. And this is what, when you understand the depth of God through the Spirit of God. Everything is from God, through God and for God. എല്ലാം ദൈവത്തിൽ നിന്നും ദൈവത്താലും ദൈവത്തിലേക്കുമാകണം. Hallelujah. Everything is of Him, through Him, and to Him. ദൈവത്തിൽ നിന്ന് വന്നിട്ട് From coming from God. ദൈവം അനുവദിക്കുന്ന കാലം ഞാൻ അത് ആസ്വദിച്ചിട്ട് After enjoying for the time He allowed. അതിനെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ Hallelujah. When I give glory to all these things. ദൈവകൃപയുടെ ആഴം നാം തിരിച്ചറിയുകയാണ്. Hallelujah. We understand the grace of the love of God. എന്റെ വാക്കുകളെ വേഗം അവസാനിപ്പിക്കാം. Let me conclude my words. ഒരു ഭാഗം കൂടെ ഓർപ്പിക്കട്ടെ. One more portion. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം Revelation chapter 2. അതിന്റെ 24-ാം വാക്യം. Verse 24. We need to know the depth of Satan. സാത്താന്റെ ആഴങ്ങളെ നാം അറിയണം. We need to know the depths of Satan. വഞ്ചകനായ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികളുടെ ആഴങ്ങളെ അറിയണം. We need to know the shenanigans and machinations of the devil. ഇത് തുയത്തൈര സഭയ്ക്കുള്ള ഒരു ദൂതിന്റെ ഭാഗമാണ്. And this is a message that was given to the church of Thyatira. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തൈരയിലെ ശേഷം പേരോട് ഞാൻ സംസാരിക്കുന്നു. Hallelujah. I am speaking to the people of Thyatira who did not understand the depth of the things of Satan. I am putting this to you. പ്രിയരെ, നാം അറിയാതെ നമ്മെ തെറ്റിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളുണ്ട്. Children of God, we need to understand there is works of Satan without us knowing it. സാത്താന്റെ ആഴങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചറിയണം. We need to know the depths of Satan. സാത്താനെ ആരാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. And we know the people who are worshipping Satan is increasing. സാത്താന്റെ സ്റ്റാച്ചുകൾ ലോകത്തിൽ സ്ഥാപിക്കാൻ ജനങ്ങൾ വെമ്പൽ കൊള്ളുന്നു. People are yearning to put the statues of Satan around the world. എന്നാൽ എന്നെയും നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. But there is a word that gives us encouragement. രാജ്യത്തിന്റെ ഏത് കോണിൽ പിശാച് തന്റെ ഗോപുരം വെച്ചാലും, Even though the Satan puts this tower in no matter where in this world. സകല പട്ടണങ്ങളിലും സാത്താന്റെ ആരാധന തുടങ്ങിയാലും, Even though in all the cities if Satan worship starts. നമ്മുടെ കർത്താവ് വിളിച്ചു പറഞ്ഞു, Our Lord said, ഞാൻ എന്റെ സഭയെ പണിയും, I will build my church. ഞാൻ എന്റെ സഭയെ പണിയും, I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. The gate of Hades shall not prevail. കെട്ടിപ്പൊക്കുന്ന ഗോപുരങ്ങൾ എത്ര വലുതാണെങ്കിലും, No matter how big the towers of Satan are. ഗോപുരം ഒരിക്കലും ചെറുതല്ല. Hallelujah. The tower is not small. അത് നല്ല ആഴമുണ്ട്, നല്ല ഉയരമുണ്ട്. It has great depth, it has great height. പിശാച് കെട്ടിപ്പൊക്കുന്ന പണികൾ എത്ര വലുതാണെങ്കിലും, No matter how big the construction of Satan is. അതിന് ദൈവസഭയെ കീഴ്പ്പെടുത്തുവാനുള്ള കരുത്തില്ല എന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയണം. And you have to understand this morning it has no power to put down the church എത്ര of പേർക്ക് God. വിശ്വാസമുണ്ട്? How many of you believe it? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe it? പിശാച് കെട്ടിപ്പൊക്കുന്ന ഒരു പദ്ധതിക്കും ദൈവസഭയെ ദൈവമക്കളെ മുടിക്കുവാനുള്ള കരുത്തില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. Hallelujah. We understand that whatever plans and significance and machinations Satan builds up, the church of God will prevail. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട തുയത്തൈര സഭ
And the church of God which was fruitful for Thyatira. ദൈവത്തിന് വേണ്ടി നിലകൊണ്ടെന്ന ദൈവസഭയാണ്. And this was a church which was growing for God. പക്ഷേ സഭയുടെ ദൂതൻ മെസ്സഞ്ചറിനോട് പാസ്റ്ററോട് ദൈവം സംസാരിക്കുന്നു. But to the pastor of the church, the Lord angel is saying, നിങ്ങൾ അറിയാത്ത ആഴങ്ങൾ ആ സഭയിൽ നടക്കുന്നു. there are depths that is happening in the church that you don't know. എന്താ അവിടെ നടക്കുന്ന ആഴങ്ങൾ? And what is the depth that is happening there? ദുർനടപ്പ് ആചരിച്ച ഇസബേൽ എന്ന പ്രവാചകിയെ അനുവദിക്കുന്നു. Hallelujah. You are allowing Jezebel who allowed adulterous things. ആഹാബിന്റെ ഭാര്യയായിരുന്ന സീദോന്യ രാജകുമാരിയെ ഇസബേലിന്റെ സ്വഭാവമാണ് അവിടെ വെളിപ്പെടുന്നത്. And here we can see the character of Jezebel, who was a wicked lady, the wife of Ahab, was revealed here. അശുദ്ധി ആത്മീയ ലോകത്തിലുണ്ടെന്ന്. Hallelujah. There is uncleanliness in the spiritual realm. ദുർനടപ്പ് ആലയത്തിൽ പ്രവേശിച്ചെന്ന്. Hallelujah. There is ungodliness in the church. ഈ ആഴം നാം തിരിച്ചറിയണം. Hallelujah. We need to understand the depth of it. പുറമേ കണ്ടാ കുഴപ്പമൊന്നുമില്ല. Outside it is all good. പക്ഷേ അകത്ത് അശുദ്ധി വ്യാപരിക്കുന്നെങ്കിൽ, Hallelujah. Inside there is uncleanliness growing. ഞാനൊരു സത്യം പറയാം. Let me tell you truth. എങ്ങനെ പിശാചിനെ തോപ്പിക്കുന്നത്? How can you defeat Satan? നിങ്ങൾ അലറിക്കിരി ശാസിക്കൊന്നും വേണ്ട. You don't have to shout loud. വചനം പറയുന്നു റെസിസ്റ്റ് ദ ഡെവിൾ. ചുമ്മാ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. The word says resist the devil. അവിടെ അടിക്കാനും ശാസിക്കാനും വിട്ടുപോകാൻ ഒന്നും പറയണ്ട. Hallelujah. You don't have to proclaim anything for him to run. വിശുദ്ധിയോടെ നിന്നൊന്ന് റെസിസ്റ്റ് ചെയ്താൽ മതി, പിശാച് ഓടിപ്പോകും. Hallelujah. Stand in holiness and resist. The Satan will run away. ദൈവത്തോട് അടുത്ത് ചെല്ലണം, പിശാചിനെ എതിർത്ത് നിൽക്കണം. Hallelujah. You have to get close to God, at the same time resist the devil. സർവായുധ വർഗം ധരിച്ചാൽ മതി. Hallelujah. You have to put on the whole armor of God. വചനം പറഞ്ഞാൽ മതി. Hallelujah. Speak the word. പക്ഷെ നിങ്ങൾ അവിടെ പോലും നിൽക്കരുത്, ഓടിപ്പോകരുതെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. But there is a situation where you said don't stand there but run away. തിമോത്തിയോസിലും എഫെസ് ലേഖനത്തിലും തീത്തോസിലും പറയുന്നുണ്ട്. Hallelujah. It is in the book of Timothy as well as in Titus. പ്രിയരെ, ദുർനടപ്പ് വിട്ടോടണം. Hallelujah. Children of God, run away from adultery. പിശാചിനെ ഹല്ലേലൂയ നിങ്ങൾ ഓടിക്കാനും അല്ലെങ്കിൽ ചാടിക്കാനും പോകണ്ട. നിങ്ങൾ ഉറച്ചു നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Hallelujah. You don't have to cast away Satan, but you stand strong, he will run away. ആരും ഓടിക്കണ്ട, പിശാച് ഓടിപ്പോക്കോളും. Hallelujah. You don't have to make him run, he will run away. പക്ഷെ ദുർനടപ്പ് ഓടിപ്പോകത്തില്ല. But adulterous, it will not run away. അശുദ്ധി ഓടിപ്പോകത്തില്ല. Because of uncleanness, he will not You run away. need to run away from the people and place of sin. പാപത്തെയും പാപത്തിന്റെ സാഹചര്യങ്ങളെയും വിട്ട് നിങ്ങൾ ഓടിപ്പോകണം. Hallelujah. You have to run away from the situation and the places of sin. പിശാചിന്റെ മറഞ്ഞിരിക്കുന്ന ആഴങ്ങളുണ്ട്. Hallelujah. There are areas of depths of Satan that we cannot see. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം Revelation chapter 12. അതിന്റെ 9 മുതൽ 18 വരെ വായിക്കുമ്പോൾ Verses 9 through 18. എന്തൊക്കെയാണ് പിശാചിന്റെ ആഴങ്ങള്? And what are the depths of Satan? 6 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Hallelujah. I'm going to mention 6 things and pray. 12-9 Verse 9. ഒന്ന്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. And one, Satan, who is misconstruing the whole world. ദൈവമക്കളെ തമ്മിൽ പരസ്പരം ഭിന്നിപ്പിക്കുക. And he is bringing divisions in the children of God. കുടുംബങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക. He is bringing division families. മാതാപിതാക്കളെ മക്കളെ തമ്മിൽ തെറ്റിക്കുക. And he is bringing splits between the parents and the വ്യക്തികളെ children. തന്നെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് തെറ്റിക്കുന്നത് പിശാചിന്റെ ആഴമാണെന്ന് തിരിച്ചറിയണം. And you have to understand, bringing a difference between the individuals, that is the depth of Satan. 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. Verse 10. സഹോദരന്മാരെ രാപ്പകൽ കുറ്റം പറയുന്ന പിശാച്. And this Satan who is accusing the brother from morning till evening. ഒരേ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച, Hallelujah. In his own image God created. കൂട്ടു സഹോദരനെ സഹോദരിയെ And this brother and sister. കുറ്റം പറയുന്നുവെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്നത് പിശാചിന്റെ ആഴങ്ങളാണെന്ന് തിരിച്ചറിയണം. Hallelujah. If you are accusing, remember that is the depth of Satan in your life. രാവിലെ പിശാചിന്റെ ആഴം കണ്ടുപിടിച്ചാട്ട്. Can you find out the depth of Satan in your life? 12-13 And verse 13. ഉപദ്രവിക്കുന്ന പിശാച്. And Satan who is persecuting. മറ്റുള്ളവരെ വെറുതെ ഉപദ്രവിക്കുന്നത്. Hallelujah. Without any reason he is persecuting. കാരണം കൂടാതെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നത്. Without any reason he is persecuting. പിശാചിന്റെ ആഴങ്ങളാണ്. That is the depth of Satan. 12-15 Verse 15. ഒഴുക്കിക്കളയുന്ന പിശാച്. Satan that brings in flood. ഉറച്ചു നിൽക്കാതെ ആത്മീയത്തിൽ തെന്നിച്ചു കളയുക. Hallelujah. Not able to stand strong, he is taking you away from spirituality. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സമ്മതിക്കത്തില്ല. Hallelujah. He is not allowing you to stand strong in the spirituality. ആത്മീയത്തിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സമ്മതിക്കാതെ. You are not able to stand strong in your decisions. കേൾക്കുന്ന വചനം പ്രയോജനപ്പെടാതെ. Without bringing fruits to the word that you are hearing. ഒഴുക്കിക്കളയുന്ന പിശാച്. Hallelujah. The Satan that carries it away. 12-17 Verse 17. കോപിക്കുന്ന പിശാച്. Satan that is angry. കോപം പിശാചിന്റെ പ്രോഡക്റ്റ് ആണെന്ന് തിരിച്ചറിയണം. Hallelujah. Understand that the wrath, the anger is a product of Satan. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുന്നല്ലേ വചനം പറയുന്നത്. And the word of God says that you do not keep the anger after the sunset. കാരണം കിടക്കയിൽ പോകുന്നതിന് മുമ്പ് ക്രമീകരിക്കാൻ കഴിയാത്ത കോപമാണ് അകത്തുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അറിയാത്ത പിശാചിന്റെ
വലിയ ആഴം നിങ്ങളുടെ അകത്തുണ്ട്. And if you are keeping the bitterness and the anger in your heart, or else you're going to sleep, that means that there is a depth of Satan in your life that you don't understand. വീണ്ടും പറയുന്നു 12-17. Verse 17. ശേഷിക്കുന്ന സന്തതികളെ ആക്രമിക്കുന്ന പിശാച്. And Satan who is touching the remnant of the people of God. തലമുറകളെ ഉന്നം വെച്ചുകൊണ്ട് പിശാച് നടക്കുക. And Satan is focusing on the generations. കുടുംബത്തിന്റെ സമാധാനം തകർക്കുവാൻ, And to destroy the peace of the family. ദൈവസഭയുടെ സ്വസ്ഥത കെടുത്തുവാൻ, And to destroy the peace of the church. തലമുറകളെ ആക്രമിക്കുന്ന പിശാച്. And this is Satan who is attacking the generations. മുന്തിരിത്തോട്ടത്തിൽ പതുങ്ങിക്കിടക്കുന്ന ബാലസിംഹങ്ങൾ ശിംശോന് നേരെ ചാടി വീഴുന്ന പോലെ, And just like the young lions are coming against Samson in this vineyard. കുഞ്ഞുങ്ങളെ ബാല്യത്തിലെ അവരെ വിഴുങ്ങുവാൻ പിശാച് നോക്കുമ്പോൾ, Hallelujah. When the children are younger, Satan is trying to swallow them. ഇന്ന് പകൽ നാം തിരിച്ചറിയണം പിശാചിന്റെ ആഴങ്ങളെ. Oh, this morning we need to understand the depths of Satan. അതുകൊണ്ട് ഇന്ന് രാവിലെ പിശാചിനെ എതിർത്തുനാട്ട്. Hallelujah. Therefore resist the devil. പ്രിയമായ ദൈവമക്കളെ, നാം കാണുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറത്ത് Hallelujah. Beyond that we can think and imagine. ആഴത്തിൽ പലതും മറഞ്ഞിരിപ്പുണ്ടെന്നല്ലേ നാം ചിന്തിച്ചത്? Hallelujah. We have thought that there is many things that are hidden. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. I'm going to conclude my words. അല്ലെങ്കിൽ ആഴത്തിൽ എന്തുണ്ടെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞാട്ട്. Hallelujah. Understand what is in the depth. ഇന്നലകളിൽ കൈകുടഞ്ഞെടുത്ത്, Hallelujah. Where you were failed in the past days. ഇന്നലകളിൽ പരാജയപ്പെട്ടെടുത്ത്, Where you were failed in the past days. പെരുത്ത മീൻകൂട്ടങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. Oh, there is a big, great multitude of fishes. നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലെ Hallelujah. In your ministries. നിങ്ങൾ പരാജയമാണോ ഇന്ന് കാണുന്നത്? You see failures. കുടുംബജീവിതത്തിൽ പരാജയമാണോ You കാണുന്നത്? see failures in a family. പുറമേ ഉള്ളത് നോക്കി വിധിക്കരുത്. Hallelujah. Do not discern externally. യേശുവിന്റെ വാക്കിന് വലയിറക്കിക്കാട്ട്. Hallelujah. Upon the word, launch your nets. ഇന്നലെ മീൻ പിടിക്കാത്ത ഗലീല കടല് Hallelujah. That the Galilee that did not bring fish yesterday. ഇന്ന് നിങ്ങളുടെ അനുഗ്രഹമായി മാറട്ടെ. And today it is going to be blessing. ഇന്നലെ ഒഴിഞ്ഞ പടക് Hallelujah. Yesterday it was empty ഇന്ന് boat. നിറഞ്ഞ പടകായി മാറട്ടെ. Oh, now it is full. ഇന്നലത്തെ കുഴഞ്ഞ കരം Hallelujah. Your hands were failing ഇന്ന് yesterday. പെരുത്ത മീൻകൂട്ടത്തെ തൊടുന്ന കരമായി മാറട്ടെ. Hallelujah. Today your hands are touching the multitude of fishes. ഇന്നലത്തെ ശൂന്യമായ വല Hallelujah. Yesterday the nets were empty. ഇന്നത്തെ നിറഞ്ഞ വലയായി മാറട്ടെ. Today it is full. ഇന്നലെ തലകുനിച്ച ശീമോൻ Hallelujah. Yesterday Simon was bowing his ഇന്ന് head. പട്ടണത്തിൽ തലയുയർത്തി നടക്കട്ടെ. Hallelujah. Now he is walking in the city with a lifted head. 2020 ജൂൺ മാസം Hallelujah. June 20th. ഈ 21-ാം തീയതി ആത്മാവിൽ പറയുന്നു, Oh, let me say in the spirit. നിങ്ങൾ അറിയാത്ത ഒരു ആത്മീയ നന്മ നിങ്ങൾക്ക് വേണ്ടി ആഴത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്. Oh, there is a spiritual blessing that is hidden in the depth. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ വിചാരിച്ചു എന്താ വിത്ത് മുളയ്ക്കാഞ്ഞത്? You're wondering why the seed is not springing out. എല്ലാവരും വിതച്ചതുപോലാണല്ലോ ഞാനും വിതച്ചത്. Oh, I sowed just like the other people. എല്ലാവരും കേട്ടതുപോലാണല്ലോ ഞാനും വചനം Oh, കേട്ടത്. just like other people, I heard the word. പക്ഷേ എന്തേ അത് മുളച്ചിട്ട് ഉണങ്ങിപ്പോയത്? Oh, why it is sprung up and then discouraged? എനിക്കെന്തേ വളരാൻ കഴിയുന്നില്ല? Why I'm not growing? ഞാൻ എന്തേ ആടി ഉലഞ്ഞു പോകുന്നു? Oh, why I'm tossing here and ഞാൻ എന്തേ there? പ്രശ്നം വരുമ്പോൾ തലകുനിക്കുന്നു? Oh, why I'm bowing down before ഇന്ന് problems? രാവിലെ തിരിച്ചറിയുക, വിത്തിന് വളരുന്ന മണ്ണ് ആഴത്തിലില്ല. Hallelujah. This morning understand there is no soil for the seed to grow. പ്രിയരെ, പ്രാർത്ഥനയുടെ ആഴം കൂടട്ടെ. Hallelujah. Let the depth of the prayer grow. നിങ്ങളുടെ സമർപ്പണത്തിന് ആഴം കൂടട്ടെ. Oh, let the depth of the surrender grow. നിങ്ങളുടെ കണ്ണുനീരിന് അല്പം കൂടെ ആഴം കൂടട്ടെ. Oh, let there be more tears in the depth. അല്പം കൂടെ ആഴത്തിൽ അടിസ്ഥാനമിട്ട് പണി നടത്തുക. Hallelujah. In more depth, you can need the foundation. ദൈവസന്നിധിയിൽ അല്പം കൂടെ ഇരിക്കുവാൻ തയ്യാറാകുക. Hallelujah. Spend more time in the presence of God. ദൈവമക്കളെ, ദൈവസ്നേഹത്തിന്റെ ആഴം അറിയണം. Oh, children of God, understand the depth of the love of ഇന്ന് God. രാവിലെ ആഴത്തിൽ എന്തെന്ന് തിരിച്ചറിഞ്ഞാട്ട്. Oh, understand what is in the love of God. ദൈവിക നന്മകളുടെ ആഴം അവർണ്ണനീയമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. Hallelujah. We have to understand the blessings and the goodness of God is unsearchable. നിങ്ങൾ ക്രിസ്തുവിനോട് അവകാശികളും കൂട്ടവകാശികളുമാണെന്നറിയണം. You have to understand your heirs and co-heirs with God. ദൈവിക ആഴങ്ങൾ നന്മയുടെ ആഴം അറിയണം. Oh, we have to understand the depth of the blessings of God. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ. Oh, I am redeemed. ഞാൻ പുത്രത്വം പ്രാപിച്ചവനാ. I have sonship. ആത്മാവിനാൽ മുദ്രയിട്ടവനാ. I have sealed by the Holy Spirit. സ്വർഗ്ഗസ്ഥലത്തിൽ എന്നെ ഇരുത്തിയിരിക്കുക. I have been seated in heavenly places. അവിടുത്തെ വരവിനായി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. I have been prepared for the second coming. ഇന്ന് പകൽക്കാലം നമുക്കത് തിരിച്ചറിയണം. Oh, we need to understand that. നാം അറിയാതെ നമ്മെ കുടുക്കിലാക്കുന്ന കണിയിലാക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളുടെ ആഴം അറിയണം. Oh, we need to understand all the traps that Satan is preparing us. നമുക്ക് ഏകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണം. Oh, we have to have a victorious Christian life. മക്കളെ, പിശാചിന്റെ പദ്ധതി Oh, the plan of Satan. നിങ്ങളുടെ ഇവിടുത്തെ ഭൗതികം മുടക്കിയിട്ട് After putting down your നിങ്ങളുടെ other things, ശരീരം രോഗത്തിൽ കൊണ്ടുവന്നിട്ട് after bring you to sickness, നിങ്ങളെ തോൽപ്പിക്കാനല്ല ഉദ്ദേശം. not to put you down. വല്ല വിധേനയും നിങ്ങളെ അക്കരെ നാട്ടിൽ എത്തിക്കരുത്. Oh, some in any form of fashion you don't reach the other shore. ഭക്തന്മാരുടെ ഭാഗ്യകരമായ പ്രത്യാശയായ And the saints of God they hope for. ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ നിങ്ങൾ ആ നിരയിൽ കാണരുത്. Oh, you should not be counted in the second coming of the Lord. അതിനാണ് നിങ്ങൾക്ക് നിരാശ തരുന്നത്. And that's how you are depression. നിങ്ങൾ വല്ല വിധേനയും ദൈവത്തെ തള്ളിപ്പറയുവാൻ. Some way you should deny God. അതിനാണ് പിശാചിന്റെ പദ്ധതി. And that is the plan of പക്ഷേ Satan. അവിടെ നിന്നുകൊണ്ട് ഒരു ഭക്തൻ വിളിച്ചു പറയും,
But over there, a man of God says, എനിക്ക് ഇതിന്റെ ആഴം അറിയാം. I know the depth of this. പിശാചേ, നിന്റെ പദ്ധതിയുടെ ആഴം അറിയാം. Oh, Satan, I know the depth of your words. എന്നെ കുറിച്ചുള്ള ദൈവിക പ്ലാനിന്റെ ആഴം അറിയാം. I know the depth of the plan of God. അത് തിരിച്ചറിയുന്നവർ ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. Oh, can you worship if you know, understand this depth? അവരെന്ത് വിളിച്ചു പറയും? Oh, what do they proclaim? എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി. Oh, I need to see my Jesus. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. Oh, I need to leave all the dirt of this world. ഇവിടെ ഞാൻ വെറും ഒരു പരദേശിയാണ്. Here I am just a pilgrim. ഇവിടുത്തെ പാർപ്പിടം വെറും വഴിയമ്പലമാണ്. Oh, here I am just a sojourner. ഇവിടെ എനിക്ക് ആരും തുണയില്ലെങ്കിലും Even though there is no friendship എനിക്ക് here. ഇണയായ ഒരു യേശുവുണ്ട്. Oh, there is a friend in Jesus. ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർ Oh, if you understand this morning, ആത്മാവിൽ സന്തോഷത്തോടെ and in spirit and joy. സഹോദരങ്ങളോട് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Oh, let us sing together. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Thank you, Jesus. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിടുന്നു. നിറുത്തണമേ വിശുദ്ധ ആത്മാവിനാ, നിറുത്തണമേ വിശുദ്ധ ആത്മാവിനാ, പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി, പറന്നേറും വാനിലെത്തി വസിച്ചാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, പരശില്പിയായി പണിത നഗരമതിൽ, പരശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, ഒരിക്കൽ പാപാന്തകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നു ഒരിടത്തു നിന്നു, ഒരിക്കൽ പാപാന്തകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നു ഒരിടത്തു നിന്നും ഉയർത്തിയെടുത്തു, ഉയർത്തിയിന്നോളമെന്നെ നിർത്തിയവൻ, ഉയർത്തിയിന്നോളമെന്നെ നിർത്തിയവൻ, പാറയാകുന്ന ക്രിസ്തു, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടി മണ്ണിൽ, പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടി മണ്ണിൽ, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, തിടുക്കമാണെൻ മണാളൻ വന്നാൽ മതി, തിടുക്കമാണെൻ മണാളൻ വന്നാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധേ വിളങ്ങുവാൻ യേശു കഷ്ടം സഹിച്ചെനിക്കാമേ, കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധേ വിളങ്ങുവാൻ യേശു കഷ്ടം സഹിച്ചെനിക്കാൻ, തളർന്നവയ്ക്കാൽ കരങ്ങൾ തുളച്ച മാറും, തളർന്നവയ്ക്കാൽ കരങ്ങൾ തുളച്ച മാറും, നിറഞ്ഞ കണ്ണീരു മാത്ര ഹൃദയ
ഹൃദയവുമായി നിറഞ്ഞ കണ്ണീരുമാർദ്ര ഹൃദയവുമായി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ശബ്ദരാധന അവൈഡമാന വാത്സല്യ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം യേശുവിനെ ആരാധിപ്പാൻ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ദൈവം നമുക്ക് തന്നാൽ, സങ്കീർത്തനത്തിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിച്ചു. നല്ല വചനങ്ങൾ ഇന്ന് രാവിലെ ദൈവം നമ്മെ കേൾപ്പിച്ചല്ലോ. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം പക്വതയുള്ളതായി മാറണം. നമുക്ക് ലഭിച്ച പുത്രത്വത്തിനായി, സൺഷിപ്പിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് ലഭിച്ച ഹല്ലേലൂയ അഡോപ്ഷനായി സ്തോത്രം ചെയ്യാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. നല്ലൊരു പിതാവ് താതനായി നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മെ തേടി വന്ന സ്നേഹത്തിനായി, ആ പുത്രത്വത്തിൽ വളരെ ക്രിസ്തീയ പക്വതയിൽ അല്ലെങ്കിൽ ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മറഞ്ഞിരിക്കുന്ന ദൈവിക നന്മകളുടെ ആഴങ്ങളും പിശാചിന്റെ തന്ത്രങ്ങളും തിരിച്ചറിയുന്ന ഒരു ആത്മീയ കണ്ണിനായി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ആഴത്തിലെന്തെന്ന് തിരിച്ചറിഞ്ഞാട്ട് കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, വിശുദ്ധ സഭായോഗമായി വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുവിനെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യ പദവികൾ തന്നല്ലോ. ജനത്തെ അനുഗ്രഹിക്കുന്നു. സൗഖ്യമില്ലാത്തവർ കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. മനം തകർന്നവരുടെ മുറിവങ്ങ് കെട്ടിയതിനാൽ സ്തോത്രം. പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടതിനാൽ സ്തോത്രം. ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മുമ്പിലായിരിക്കുന്നവർക്ക് സ്വർഗീയ കലവറ തുറന്ന് മഞ്ഞും മഴയും അയച്ച് ദൈവം കൊടുത്ത ആശ്വാസത്തിനായി സ്തോത്രം. കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി, പ്രായമുള്ളവർക്കായി, മാതാപിതാക്കൾക്കായി, സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവൃത്തി മേഖലകളിൽ ദൈവത്തിന്റെ കരമുണ്ടായിരിക്കണമേ. അവരുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള നന്മകൾ അവർക്ക് വേണ്ടി തുറന്നു വരട്ടെ. ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് ദൈവം കരുത്തും പ്രാപ്തിയും കൊടുക്കണമേ. സഭയാം കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. എല്ലാ മഹത്വവും പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. നമ്മുടെ പിതാവാം ദൈവത്തിന്റെ അളവറ്റ സ്നേഹവും നമ്മുടെ പുത്രനും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും യേശുക്രിസ്തുവിന്റെ കൃപയും നാൾതോറും തന്റെ ജനത്തെ ഐശ്വര്യമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസവും കാവലും കൂട്ടായ്മയും വാത്സല്യ ദൈവമക്കളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ മടങ്ങി വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തെയും അനുഗ്രഹിച്ച കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് വീക്ക്. സ്റ്റേ a little more long for watch a video, please.